ഇല്ലില്ല, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എന്തോ സംശയം തോന്നിക്കുന്നുണ്ട്. ഇല്ല, എന്നോട് ചോദിച്ചില്ല, എന്നോട് ചോദിക്കാൻ ഇച്ചിരി പേടിയുണ്ട്. അവനോട് പോയി പറഞ്ഞു, ആങ്ങളെന്നോട്. അവനെന്നോട് ഒന്ന് ചോദിച്ചു, ഞാൻ സമ്മതിച്ചില്ല. ഇല്ല, സമ്മതിക്കില്ല. എനിക്ക് എൻ്റെ ജീവിതമല്ലേ വലുത്. ഇല്ല. തിരക്കാണോ? എന്നാ പിന്നെ വിളിച്ചാൽ മതി. ഇല്ല, ഞാനിവിടെ തന്നെ ഉണ്ടാവും. രാത്രി ഞാൻ നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ശരി. മോളെ ഫ്രൂട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നാരങ്ങ മിഠായി ഉണ്ട്. നാരങ്ങ മിഠായി തിന്നേണ്ട പ്രായം കഴിഞ്ഞു പോയില്ല. അത് ഇഷ്ടമല്ല എനിക്ക്. അതെ, ഇപ്പൊ ആർക്കാ ഫോൺ ചെയ്തേ? ആർക്ക് ഫോൺ ചെയ്തു? ഞാൻ ആർക്കും ഫോൺ ചെയ്തൊന്നുമില്ല. ഞാനിപ്പോ വന്നപ്പോ നീ ഫോണിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. തോന്നിയതായിരിക്കും, ഞാൻ ആരോടും ഫോണിൽ സംസാരിച്ചില്ല. എന്റെ ഫോൺ എടുത്തേ. എന്തിനാ എന്റെ ഫോൺ? ഫോൺ എനിക്ക് നോക്കണം. വേണ്ട, അതെന്റെ ഫോണല്ല. എന്റെ ഫോൺ എന്തിനാ നിങ്ങൾ നോക്കണേ? ഞാൻ നിന്റെ ഭർത്താവ് ആയതുകൊണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് നിങ്ങളുടെ ഫോൺ ചെക്ക് ചെയ്യണ്ടോ? ഇല്ലല്ലോ. എന്റെ ഫോൺ നിനക്ക് എപ്പോ വേണേലും നോക്കാം. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്റെ ഫോൺ ആരും നോക്കുക വേണ്ട. പക്ഷെ എനിക്കിപ്പോ നിന്റെ ഫോൺ നോക്കണം. സമ്മതിക്കില്ല. എന്റെ ഫോൺ ഒരാൾ ചെക്ക് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ സമ്മതിക്കേണ്ട കാര്യമുണ്ട്. നിന്നോട് ചോദിച്ചപ്പോ നീ ആരുമായിട്ട് സംസാരിച്ചില്ലെന്നല്ലേ? ഞാൻ ആരുമായിട്ട് സംസാരിച്ചില്ല. അപ്പൊ ഞാൻ കേട്ടതോ? നീ ഫോൺ എടുത്തേ. ആ ഫോൺ എടുത്തേ, കളിക്കാൻ ഫോൺ എടുത്തേ. ഡിലീറ്റ് ചെയ്തല്ലേ? എന്തിനാ ഇപ്പൊ കോൾ ഡിലീറ്റ് ചെയ്തേ? ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്തില്ല. ഇതിലിപ്പോ 1 മണിക്കൂർ മുമ്പുള്ള കോളാ ഇതിൽ കിടക്കണേ. തങ്കം, സത്യം പറയണം, നീ എന്താണ് എന്നിൽ നിന്ന് വിളിക്കണേ? എനിക്ക് ആരോടൊന്നും വിളിക്കാനുമില്ല, പറയാനുമില്ല. അതെ അതെ തങ്കം, ഞാൻ നിന്റെ ഭർത്താവാണ്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നീ കേട്ടേ പറ്റൂ. എന്താ? നിന്റെ ഈ മാറ്റങ്ങളിൽ ഞാൻ നിന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ അത് എൻ്റെ ഭാഗത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെയിലും കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ഞാൻ തിരുത്താൻ തുടങ്ങിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ പാർട്ടി പരിപാടിക്ക് വല്ലതും പോകണുണ്ടോ? പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കണുണ്ടോ? ഇല്ലല്ലോ. അൻസാറിൻ്റെ ആ കാർ കമ്പനിയിൽ പോകുന്നുണ്ട്. അതിന് എനിക്ക് കുഴപ്പമില്ലാത്തൊരു ശമ്പളം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇന്ന് മോളുടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിട്ടി കാശ് അത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാശ് നിൻ്റെ ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് നീ എന്തിനാണ് പിന്നെ ഇങ്ങനെ പെരുമാറണേ? എനിക്കതാ അറിയേണ്ടത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് നമുക്ക് രണ്ടാൾക്കേ അറിയാവൂ. അത് മൂന്നാമതൊരാൾ അറിയില്ലെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എന്തുകൊണ്ട് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചോളണം. ഇല്ലെങ്കിലുണ്ടല്ലോ കുടുംബം തകരും. അതുകൊണ്ടാണ് പറയണേ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? എന്താ അവസാനിപ്പിക്കാനാ പറഞ്ഞേ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് വേറെ ആരുമായിട്ട് ബന്ധമുണ്ടെന്നല്ലേ? ഒരു കാര്യം അങ്ങ് വൃത്തിയായിട്ട് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സത്യമാണ്. എനിക്ക് വേറൊരാളായിട്ട് ബന്ധമുണ്ട്. അത് അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. Alien versus Alien.